എന്നും ഞാൻ വൈകുന്നേരം ഈ ടെറസിൻ്റെ മേളിൽ വന്നിട്ട് ഞാനൊരു ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഒരാൾക്ക് കൊടുക്കും. അയാൾ കൃത്യമായിട്ട് എന്നും വന്ന് ഈ ആരോ റൂട്ട് ബിസ്ക്കറ്റ് വായിൽ കടിച്ചെടുത്തിട്ട് അതും കൊണ്ട് ഇറങ്ങി പോകും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ട് ആരോ റൂട്ട് ബിസ്ക്കറ്റല്ല വെച്ചിരിക്കുന്നത്, ഞാൻ 2 ഞാലിപ്പൂവൻ പഴമാണ്. തൊട്ടടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. ആളെന്നെ കണ്ടു കഴിയുമ്പോൾ ആൾക്ക് ചെറിയ പേടിയുണ്ട്. നമുക്ക് നോക്കാം, ആൾ വരുമോ ഇല്ലയോ നോക്കാം. ഞാൻ 2 ഞാലിപ്പൂവൻ പഴമാണ് അവിടെ വെച്ചിരിക്കുന്നത്. കണ്ടോ? ഇതാണ് ഈ കാണുന്ന പുളിമരത്തിലാണ്, അവിടെ എവിടെയോ ആണ് ആൾ താമസിക്കുന്നത്. നമുക്ക് നോക്കാം, ആളെത്തുമോ നോക്കാം നമുക്ക്. ഇവിടെ എവിടെയോ ഇരുന്ന് ആളെന്നെ വീക്ഷിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. പയ്യെ എത്തും. ഇവിടെ ആളെത്തിയിട്ടുണ്ട്. ഒന്ന് പഴമൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന കണ്ടിട്ട് തിരിച്ച് കയറി പോയേക്കുക. ആൾക്ക് ആഗ്രഹം വേണ്ടത് ആരോ റൂട്ട് ബിസ്ക്കറ്റാണ്. അതാണേ ഒന്നും നോക്കത്തില്ല, വരിക, എടുക്കുക, വായിൽ വെക്കുക, കയറിപ്പോവുക. പക്ഷെ ഇന്നിറങ്ങി വന്നപ്പോൾ ഞാലിപ്പൂവും പഴമാണ് കണ്ടത്. പഴം ആൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. തിരിച്ച് കയറി പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കൂട്ടുകാരെ ആരെയോ വിളിക്കുന്നുണ്ട്. ബിസ്ക്കറ്റെല്ലാം കണ്ടിട്ട് ആൾ തിരിച്ചു പോവുക. ബിസ്ക്കറ്റാണ് ഉദ്ദേശം, ആരോ റൂട്ട് ബിസ്ക്കറ്റ്, അതാണ് ഏറ്റവും ഇഷ്ടം. ടീ റസ്ക് വെച്ചാലും കഴിക്കും കേട്ടോ. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടുകൂടിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ. പക്ഷേ ആളടുക്കുന്നില്ല. നമുക്ക് നോക്കാം. നമുക്ക് ഈ പഴം മാറ്റിയിട്ട്
പകരം ആരോ റൂട്ട് ബിസ്ക്കറ്റ് വെച്ച് നോക്കാം. നോക്കാം. നമ്മുടെ ആൾ ആരോ റൊട്ടി ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടോ. അപ്പോൾ അവന് പഴവും ആരോ റൊട്ടി ബിസ്ക്കറ്റും ഒക്കെ നന്നായിട്ട് അറിയാം. ആളെത്തി ആരോ റൊട്ടി ബിസ്ക്കറ്റും എടുത്തുകൊണ്ട് പോയി. ഇതാണ് നമ്മുടെ ആൾ. ഇനി ആ മരത്തിൻ്റെ മുകളിൽ എവിടെയെങ്കിലും പോയി ചാരിയിരുന്ന് സ്വസ്ഥമായിട്ട് അത് മുഴുവനും കഴിക്കും.